നമസ്കാരം. കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ഏകദേശം 450ഓളം പേരാണ് ഇപ്പോൾ ഈ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. നിരവധി ആളുകളെ ഇനിയും കിട്ടാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന്. അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഈ ഒരു ദുരന്തത്തിൽ ഇത്രയും ആഘാതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു ബോംബ്, വാട്ടർ ബോംബ് എന്ന് വേണമെങ്കിൽ പറയാം, അത് തകർന്നാൽ ഉണ്ടാവുന്ന ആഘാതം അത് ചെറുതൊന്നും ആയിരിക്കില്ല എന്ന് കാട്ടിത്തരുന്ന ഒരു പാഠമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഗവൺമെൻറ് ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ തമിഴ്നാട് ഗവൺമെൻറ്റും. ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന വാട്ടർ ബോംബ് തകർന്ന് കഴിഞ്ഞാൽ 100 ഇരട്ടി ആഘാതമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിൻ്റെ 6 ജില്ലകൾ അത് എന്താ പറയുക, നമ്മുടെ മാപ്പിൽ നിന്നും എടുത്ത് കളയേണ്ടി വരും. അത്രയ്ക്ക് വലിയ ഒരു ദുരന്തമാവും ഉണ്ടാവാൻ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പ്രശ്നം നമുക്ക് തീർപ്പാക്കണ്ടേ? മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന ആ ഡാമിന് കാലാവധി കൊടുത്തിരിക്കുന്നത് 50 വർഷം. എന്നാൽ ഇപ്പോൾ ഏകദേശം 120 വർഷത്തോളമായി അതിൻ്റെ കാലാവധി ആയിട്ട്. 120, അതായത് 70 വർഷങ്ങൾ അധികം. അപ്പോൾ പേടിയുണ്ടാവും, പേടി വരണം, എല്ലാവരുടെയും മനസ്സിൽ പേടി വരണം. എന്നാലേ ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാവത്തുള്ളൂ. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഒരു പ്രശ്നപരിഹാരം ഉണ്ടാവത്തുള്ളൂ. നമ്മുടെ ഗവൺമെൻറ് ഇത് പൊട്ടിത്തകരാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, പൊട്ടിത്തകരാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? ഈ കാണുന്നൊന്നും ആവില്ല. ആ സമയത്ത് ഉണ്ടാകാൻ പോകുന്ന ആഘാതം ചെറുതൊന്നും ആവില്ല, ആരും ഉണ്ടാവില്ല. കേരളത്തിലെ 6 ജില്ലകൾ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കൊല്ലം, തൃശ്ശൂരിൻ്റെ ഒരു പകുതി, ഏകദേശം 6 ജില്ല. ആലോചിച്ച് നോക്ക്, മാപ്പിൽ നിന്നും തുടച്ചു മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും കൂടി ചേർന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന വാട്ടർ ബോംബിന് ഒരു പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത്. പരിഹാരം കണ്ടേ പറ്റൂ. ഈ വയനാടുണ്ടായ ദുരന്തം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു ഉരുൾപൊട്ടലിൽ തന്നെ ഇത്രത്തോളം മരണം, എത്ര പേരെ കാണാതായി, എത്ര പേരെ സ്വത്തും, എത്ര പേരുടെ എന്താ പറയുക ബന്ധുക്കളും മിത്രങ്ങളും എല്ലാവരും നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഈ ഒരു ഡാം പൊട്ടിക്കഴിഞ്ഞാൽ പറയേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മുടെ കേരള സർക്കാർ ഒരു സാമാനം കൊണ്ടുവന്നായിരുന്നു കേരളത്തിൽ. അത് നടപ്പാക്കാൻ വേണ്ടി കുറേ പരിശ്രമിച്ചായിരുന്നു. എന്നാൽ ആളുകളുടെ എന്താ പറയുക സമരം കാരണം അത് പിൻവലിക്കേണ്ടി വന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ കേരയിൽ, ഈ കേരയിൽ എന്ന് പറയുന്ന ആ ഒരു പദ്ധതി, ആ പദ്ധതിക്ക് ചിലവാക്കുന്ന കാശുണ്ടെങ്കിൽ ഈ ഡാം സുഖസുന്ദരമായിട്ട് പണിയാം, ഇല്ലേ? സുഖസുന്ദരമായിട്ട് പണിയാം. അപ്പോൾ ഈ 2 സർക്കാരും കൂടി ചേർന്നുകൊണ്ട് ഈ ഡാം എത്രയും പെട്ടെന്ന് പുതുക്കി പണിതേ പറ്റൂ. അല്ലെങ്കിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തിന് 2 സർക്കാരും ഉത്തരം പറയേണ്ടി വരും. എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഷാഫി പറമ്പിൽ MPയോടാണ്. ഇപ്പോഴാണ് ഒരു നട്ടലുള്ള ഒരു MPയെ സത്യത്തിൽ കണ്ടത്. അങ്ങ് ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ ദയവ് ചെയ്ത് ഇതൊന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം. ഈ ഒരു വിഷയം പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഈ ഒരു ഡാം കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള ഈ ഒരു ഡാമിൻ്റെ
പ്രശ്നം അങ്ങ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം. അതുപോലെ തന്നെ കേരളവും തമിഴ്നാടും ചേർന്നുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയേ തീരും. ഇത് ഞങ്ങളുടെ അപേക്ഷയാണ്.